എല്ലാവരോടും സൗഹൃദം പങ്കുവച്ച് അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം, നമ്മുടെ രാഷ്ട്രം, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരന്മാരുടെ മക്കൾ, എല്ലാ മതക്കാരുടെയും മക്കൾ അവരൊക്കെ ആ നന്മ കാണട്ടെ. അതനുസരിച്ച് അവര് ആ സാഹോദര്യം പങ്കുവെക്കട്ടെ. ഒരാളെ കൊന്നാൽ പിന്നെ ഒരാളെ കൊല്ലാം, പകരം കൊല്ലുക നിർച്ചില്ല. അതൊക്കെ നമുക്ക് പണിയുണ്ടാക്കണ കാര്യമാണ്, അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ കാര്യമാണ്. അതല്ല നമുക്ക് മാലിക് ദീനാർ തങ്ങൾ കാണിച്ചത്, അതല്ല ബഹുമാനപ്പെട്ട ഷഫീഉനാ റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തന്നത്. നിങ്ങളുടെ രക്തം, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സമ്പത്ത് പരസ്പരം നിങ്ങളുടെ മേൽ ഹറാമാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. മഹാനായ ഒരു മനുഷ്യൻ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട മാലിക് ദീനാർ തങ്ങൾ അവറുകൾ. ആ മഹാന്റെ സാമീപ്യം, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ മഹല്ലുകളിൽപ്പെട്ട എല്ലാ ആളുകൾക്കും സന്തോഷവും പ്രകാശവും ബർക്കത്തുമാണ്. ആ ബർക്കത്തിനെയും നിഅമത്തിനെയും എല്ലാം അല്ലാഹു നിലനിർത്തി എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് ഖൈറും ബർക്കത്ത് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാം. ഇടയ്ക്കൊക്കെ ഞാൻ ഓതാറുള്ള, പല സ്ഥലങ്ങളിലും ഓതാറുള്ള ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും പല പ്രസംഗങ്ങളിലും പ്രബന്ധങ്ങളിലും ഒക്കെ ഓതിയ ഒരായത്താണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. മുഅ്മിനീങ്ങളെ എന്ന് അല്ലാഹു വിളിച്ചു. നമ്മളെയൊക്കെ അല്ലാഹുക്ക് തഖ്വ ചെയ്യണം എന്ന് പറഞ്ഞു. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി. കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക, ഇതാണ് തഖ്വ. അത് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് വകൂനൂ മഅസ്സാദിഖീൻ. സാദിഖീങ്ങളോടുകൂടി, സത്യസന്ധന്മാരായിട്ടുള്ള ആളുകളോട് കൂടെ അവരൊപ്പം കൂടാൻ നിങ്ങൾ ശ്രമിക്കണം. അതിനാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ ശത്രു, നമ്മുടെ പിതാവിൻ്റെ ശത്രു ഇബ്ലീസും നാമും തമ്മിൽ വേർപിരിഞ്ഞു പോകുന്നത്. ആ പോയിന്റിൽ വെച്ചാണ് ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ഇബ്ലീസ് പറഞ്ഞത്, അനക്ക് വേണമെങ്കിൽ എത്ര സുജൂദും ചെയ്യാം, എന്നെ അനുസരിക്കൂല എന്നല്ല പറഞ്ഞത്. പക്ഷേ അവന് സുജൂദ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല, ഞാൻ അതിന് അത്ര അല്ല, അഹങ്കാരി. അവിടെ നിങ്ങളൊപ്പം കൂടരുത്, നിങ്ങൾ മാറി നിൽക്കണം. ആ പോയിന്റ് ഇങ്ങേ പോയിന്റിക്ക് മാറി നിൽക്കണം എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സഹാബിമാരുടെ ഇടയിൽ ചെറിയൊരു പ്രശ്നം, അങ്ങനെ ഉണ്ടാവുമല്ലോ, നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ടാവും പ്രശ്നങ്ങൾ. അത് ചിലപ്പോൾ ഗുണത്തിലെത്തിക്കും, ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കും. ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അത് നന്നാക്കാൻ നമ്മൾ തന്നെ പരിശ്രമിക്കണം. അപ്പം അത് ഖൈറാവും. ആ നിലക്ക് അവരടിയിലുണ്ടായ ഒരു പ്രശ്ന പരിഹാരത്തിനായി തങ്ങൾ പോയി. ഇശാ സമയമായി, മഗ്‌രിബിൻ്റെ ശേഷമാണ് തങ്ങൾ പോയത്. അവിടെ ചെന്ന് ആ തർക്കം തീരാതെ പോരാൻ പറ്റില്ലല്ലോ, അത് തീർത്തു പോരണം എന്ന നിലക്ക് അവിടെ നിന്ന് അല്പം താമസിച്ചു പോയി. അപ്പോൾ വന്നപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന സഹാബിമാർ ആവശ്യപ്പെട്ടു, അബൂബക്കർ സിദ്ദീഖിനോടാണ് ആവശ്യപ്പെട്ടത്, റസൂലുള്ളാഹ് ഒരു പ്രശ്നത്തിന് പോയതാണ്, പ്രശ്നം കഴിഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കണം. പിന്നെയും അദ്ദേഹം കാത്തു. അവസാനം എല്ലാവരുടെ ഭാഗത്തുനിന്നും അഭിപ്രായം ഉണ്ടായി, നമ്മൾ നാ നിസ്കരിക്കുക. ആരാ നിസ്കരിക്കേണ്ടത്? അത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒന്നാമത്തെ ഖലീഫയാണ് നിസ്കരിക്കേണ്ടത്. അദ്ദേഹത്തോട് നിസ്കരിക്കാൻ പറഞ്ഞു. അദ്ദേഹം നിസ്കാരത്തിൽ പ്രവേശിച്ചു.
തക്ബീർ കെട്ടി. അപ്പം പിന്നാമ്പുറത്തുനിന്ന് ആളുകളൊക്കെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തക്ബീർ ചെല്ലാൻ തുടങ്ങി, സുബ്ഹാനല്ലാഹ് ചെല്ലാൻ തുടങ്ങി. ഇമാം ബുഖാരി തങ്ങളവർ റിപ്പോർട്ട് ചെയ്ത ഹദീസ് പ്രകാരം വകാന അബൂബക്കറിൻ ലാ യൽതഫിതു ഫി സലാത്ത്, നിസ്കരിക്കാൻ പിന്നെ നാലുപുറം നിന്നാ പിന്നെ നാലുപുറം നോക്കുന്ന പരിപാടി മൂപ്പർക്കില്ല. അപ്പോ ആളുകളുടെ കൈ പൊട്ടലും തസ്ബീഹ് ചെല്ലലും ഇതൊക്കെ പാടെ കേട്ടപ്പോൾ അദ്ദേഹം വല്ല തിരിഞ്ഞു നോക്കുമ്പോൾ സഫിലേക്ക് റസൂലുള്ള അടുത്തടുത്ത് വരികയാണ്. മൂപ്പര് പിന്നാക്കം നീങ്ങാനായി ശ്രമിച്ചു. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, മക്കാനക്ക്, അവിടെ തന്നെ നിൽക്കും, നിങ്ങൾ നിസ്കാരം തുടങ്ങിയത്, നിങ്ങൾ ആ നിസ്കാരം പൂർത്തിയാക്കണം എന്ന നിലക്കാ തങ്ങൾ മക്കാനക്ക എന്ന് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കൈ ഉയർത്തിയിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചു. അല്ലാഹു അക്ബർ, അള്ളാഹിൻ്റെ റസൂലാണല്ലോ എന്നോട് നിസ്കാരത്തിൽ തുടരാൻ, നിസ്കാരം പൂർത്തിയാക്കാൻ പറയണത്. അദ്ദേഹം പിന്നാക്കം നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ആരംഭിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ നിസ്കാരം കൊണ്ട് നമസ്കരിച്ചു, തൻ്റെ നിസ്കാരം കൊണ്ട് ജനങ്ങളും നിസ്കരിച്ചു. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ശബ്ദം കേൾക്കാത്തതിന് അദ്ദേഹം ശബ്ദം എത്തിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ള ഒരു ചോദ്യം. എന്താ ചോദ്യം? എന്നോട് ഞാൻ കൽപ്പിച്ചല്ലോ അബൂബക്കർ എന്നവർ, അബൂബക്കറെ നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത്, നിങ്ങൾ അവിടെ തന്നെ നിസ്കരിച്ച് നിങ്ങളെ നിസ്കാരം പൂർത്തിയാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ട് എന്തേ നിങ്ങളത് കേൾക്കാതിരുന്നു? മാ കാന ലിബ്നി അബീ ഖുഹാഫത അൻ യതഖദ്ദമ ബൈന റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കാൻ മാത്രം ഞാനില്ല, ഞാൻ ഇതിനത്രല്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നാക്കം മറങ്ങി നിന്നത്. ഇതേ ചോദ്യമാണ് നമ്മുടെ വലിയ ശത്രുവിനോട്, ആദം നബിൻ്റെ ശത്രുവിനോട് അല്ലാഹു തആല ചോദിച്ചത്. മലക്കുകളോട് പറഞ്ഞു സുജൂദ് ചെയ്യാൻ ആദം നബിക്ക്. എല്ലാവരും സുജൂദ് ചെയ്തു. ഫസജദൽ മലായികത്തു കുല്ലുഹും അജ്മഈൻ, രണ്ട് തേക്കീത, സകല മലക്കുകളും സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ്, ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്തില്ല. അള്ളാഹു ചോദിച്ചു ഇതേ ചോദ്യം, എന്നോടല്ലേ ഞാൻ സുജൂദ് ചെയ്യാൻ പറഞ്ഞത്, എന്നിട്ട് എന്തുകൊണ്ട് സുജൂദ് ചെയ്തില്ല എന്ന് ചോദ്യം രണ്ടും അമ്മ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യവും ഇബ്ലീസിനോട് അള്ളാഹു ചോദിച്ച ചോദ്യവും, എന്നോട് പറഞ്ഞിട്ട് എന്തുകൊണ്ട് നീ സുജൂദ് ചെയ്തില്ല എന്നാ ചോദ്യം. അതിന് പറഞ്ഞ മറുപടി എന്താ? ഖലഖ്തനീ മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ, ഞാൻ അതിനത്തരം അല്ല എന്ന് ചുരുക്കത്തിൽ, ഞാൻ അതിനത്തരം അല്ല. അവനെ നീ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ട് ആദമിനെ, എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ട്. അതേതാ വലുത് ചെറുത് എന്നുള്ളതല്ല, പക്ഷെ അള്ള കൽപ്പിച്ച് സ്വീകരിച്ചില്ല. അപ്പോൾ അള്ള പറഞ്ഞു വിട്ടോ, വണ്ടി വിട്ടോ, അന്നവിടെ പറ്റൂല. നീ ഇളിബ്യാണ്, മോശപ്പെട്ടവനാണ്, അന്നവിടെ ഈ കൂട്ടത്തിൽ പറ്റൂല. മസൂമീങ്ങൾ താമസിക്കുന്ന, മലായികത്ത് താമസിക്കുന്ന ഈ സ്ഥലത്ത് തന്നെ പറ്റൂല, എൻ്റെ വണ്ടി വിട്ടോ, അന്നതിക്ക് പറ്റൂല. ഒരേ ചോദ്യം റസൂലുള്ള അബൂബക്കർ സിദ്ദീഖിനോട് ചോദിച്ചു, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ നിസ്കാരത്തിൽ തുടരാൻ, എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ അതിനത്രല്ല, എന്നോടല്ലേ ഞാൻ സുജൂദ് ചെയ്യാൻ മലായികത്തീങ്ങളായ ആളുകളെല്ലാം ഉള്ള സദസ്സിൽ വെച്ച് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ട് നീ സുജൂദ്, ഞാൻ അതിനത്ര അല്ല. ഇതാണ് വിഷയത്തിൻ്റെ കാതലായ വിമി. മാനക്ക് അത്ര വേണമെങ്കിലും സുജൂദ് ചെയ്തോളാം, ആദമിന് സുജൂദ് ചെയ്യാൻ എന്നെ കിട്ടൂല. അവിടെയാണ് നമ്മൾ രണ്ടു കൂട്ടരും തമ്മിലുള്ള, അവിടെ വെച്ചാണ്, ആ പോയിന്റിൽ വെച്ചാണ് തിരിഞ്ഞു പോകുന്നത്, മാറിപ്പോകുന്നത്. വകൂനൂ മഅ സാദിഖീൻ, നിങ്ങൾ സാദിഖീങ്ങളോടുകൂടി, നല്ല ആളുകളോടുകൂടി, സത്യസന്ധന്മാരാള് കൂട്ടുകെട്ട് നന്നാക്കണം. വഹിബ്ബുസ് സാലിഹീന വലസ്തു മിൻഹും
ലഅല്ലല്ലാഹ യർസുഖ്നി സലാഹ. സാലിഹ്യങ്ങളോട് എനിക്ക് വളരെ ഇഷ്ടമാണ്, അവിടേക്ക് ഞാൻ എത്തിയിട്ടില്ല, എന്നാലും അവരുടെ പുണ്യവും അവരുടെ ബഹുമാനവും ഒക്കെ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയേക്കാം. ഇവിടെയാണ് തസവുഫിൻ്റെ ആളുകൾ, സൂഫികൾ വേർതിരിഞ്ഞു നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട മാലിക് തങ്ങളവറുകൾ, മാലിക്കുദ്ദീനാർ തങ്ങളവറുകൾ നമ്മൾക്ക് പഠിപ്പിച്ചത് അതാണ്. എവിടെ നിൽക്കണം? തളങ്കരയിലെ മക്കൾ, അത് മൂപ്പരകാലത്തുള്ള മക്കൾ മാത്രമല്ല, അത് മഹ്ദിമാമ് വരുന്ന കാലം വരെ, ഈസാ നബി അലൈഹിസ്സലാം വരുന്ന കാലം വരെയുള്ള മക്കൾ മുഴുവനും അലയിൽ തന്നെ നിൽക്കണം, നല്ല മാർഗത്തിൽ. അയിനാ വിറൂസ്, എന്തിനാണ് ഈ വിറൂസ് എത്ര ദിവസം നീണ്ടു നിന്ന് നമ്മൾ സ്മരിക്കുന്നത്? ഒരു കൊല്ലം കൊല്ലം നടത്തുന്ന സ്ഥലങ്ങളുണ്ട്, 2 കൊല്ലം കഴിയുമ്പോൾ നടത്തുന്ന സ്ഥലങ്ങളുണ്ട്, 3-4 കൊല്ലം കഴിയുമ്പോൾ നടത്തുന്ന സ്ഥലങ്ങളുണ്ട്. അത് പറ്റ ഒഴിവാക്കി പോകാൻ പാടില്ലാന്ന്, അത് മറക്കാൻ പാടില്ല, എപ്പോഴും അതിനെ ഓർത്തുകൊണ്ടിരിക്കണം. അത് ഓർമ്മപ്പെടുത്താനാണ് ഈ ഉറൂസ്. എങ്ങനെയായിരുന്നു മാലിക്കുദ്ദീനാർ തങ്ങളവറുകൾ? എന്താണ് അദ്ദേഹം പഠിപ്പിച്ചത്? അദ്ദേഹം നൽകിയ മെസ്സേജ് എന്താണ്? ആ മെസ്സേജാണ് ഒരാവർത്തിയല്ല, ഒരു 10 ആവർത്തിയല്ല, ഒരു 100 ആവർത്തി നമ്മൾ പിന്നെയും പറയേണ്ടത്. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ. ഇതുപോലുള്ളൊരു ദീർഘയാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ. സെനിഗൽ എന്ന് പറയുന്ന സ്ഥലം, ആഫ്രിക്കയുടെ അങ്ങേ അറ്റത്തെ സ്ഥലം. ദുബായിൽ നിന്ന് നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ 11.5 മണിക്കൂർ യാത്ര ചെയ്യണം ദുബായിൽ നിന്ന് സെനിഗലിലേക്ക്. വിശാലമായ വള്ളം. ബഹുമാനപ്പെട്ട ഫഹദ് രാജാവ് അവിടെ വലിയൊരു കെട്ടിടമുണ്ടാക്കിയിട്ടുള്ള കടലിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് സൂര്യൻ ഉദിക്കുന്നതും കാണാം, സൂര്യൻ അസ്തമിക്കുന്നതും കാണാം കന്യാകുമാരിയിൽ ചെന്നാൽ. അതുപോലെ ഈ ബിൽഡിങ്ങിൻ്റെ ഈ വരാന്തയിൽ നിന്ന് നോക്കിയാൽ സൂര്യൻ ഉദിക്കുന്നത് കാണാം, അപ്പുറത്ത് നോക്കിയാൽ സൂര്യൻ അസ്തമിക്കുന്നതും കാണാം. മനോഹരമായ കെട്ടിടമുണ്ടാക്കിയത് പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് ദീനീ പ്രവർത്തനത്തിന് വേണ്ടി സഹായകമാവാൻ. അവിടെ ആരും വന്ന് താമസിക്കും, എല്ലാവരും വാടകക്ക് പൈസ കൊടുത്തായി താമസിക്കുന്നത്. ഒരവസരം എനിക്കും അതിൽ താമസിക്കാൻ കിട്ടി. ആ സ്ഥലത്ത് അദ്ദേഹം അങ്ങനെ ഒരു ഭവനമുണ്ടാക്കിയത് ദീനിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയാ. കൂനുമാ സാദിഖീ. ആര് ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകാൻ പാടില്ല. എല്ലാ നിലയിലും കഴിവ് കുറഞ്ഞ രാജ്യമാണ് സെനിഗൽ. ലോകത്തെ ഏറ്റവും ഫുട്ബോളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കമ്പക്കാരുണ്ടെങ്കിൽ, കളിയുമായി ബന്ധപ്പെട്ട കമ്പക്കാരുണ്ടെങ്കിൽ അതിൻ്റെ ആൾക്കാർ അവിടെ ഉണ്ട്. തസൗഫിനെ സംബന്ധിച്ചുള്ള ഒരു പരിപാടിക്കാണ് ഞങ്ങൾ പോയത്. തസൗഫിൻ്റെ ആളുകൾ ധാരാളം. ഫ്രഞ്ച് സർക്കാരിനെയും കോളനിനെയും പിഴുതെറിയാനായി അവിടുത്തെ ജനങ്ങൾ ഒരുങ്ങി. ഒരു പണ്ഡിതൻ, നമ്മളെ മമ്പറം തങ്ങളെപ്പോലത്തെ ഒരാൾ എന്ന് പറയാം, ഖുതുബുസ്സമാന്റെ വലിയ ഉറൂസ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. ആ മഹാനവറുകളെ സ്മരിക്കുന്ന നിലയിൽ ഒരു പരിപാടി അദ്ദേഹം നടത്തി. അപ്പോൾ അദ്ദേഹമാണ് ഈ കൊളോണിയലിസ്റ്റുകൾക്കെതിരെയുള്ള സമരം നടത്തുന്നത്, അവർക്കെതിരിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പം അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്യണം. പലരും നോക്കി അദ്ദേഹത്തെ പിടിക്കാനും കൊല്ലാനും. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളാരും കൊന്നിട്ടില്ല, എന്നെ കൊല്ലാങ്ങളാരും മെനക്കെടും വേണ്ട, അത് നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പരെ കാണാനില്ലാതെ അതാ. പിന്നെ മൂപ്പര് കടലിലേക്ക് ഇറങ്ങുന്നത് കണ്ടോലുണ്ട്, കുളിക്കാൻ ഇറങ്ങിയത്. അതുകൊണ്ട് കാര്യമൊന്നും ആരും കണ്ടിട്ടില്ല. അദ്ദേഹത്തെ കാണാനില്ലാതെയായതിൻ്റെ, മഹാനായ ആ സൂഫിനെ കാണാനില്ലാതെയായതിൻ്റെ 100ാമത്തെ വാർഷികം അനുഷ്ഠിക്കുന്ന സന്ദർഭത്തിൽ തസൗഫിനെ പറ്റിയുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് അന്ന് ഞാൻ പോയത്. പ്രബന്ധവും അടുപ്പിച്ചു, അവതരിപ്പിച്ചു. ഇതേ ആയത്തോദ്യം കൊണ്ടാണ്. നമുക്ക് എവിടെ ചെല്ലുകയാണെങ്കിലും സൂഫികളെ പറ്റി പറയുമ്പോൾ, സാലിഹീങ്ങളെ സംബന്ധിച്ച് സ്മരിക്കുമ്പോൾ
പറയാനുള്ളതാണ്. കൂനൂ മഅ സാദിഖീൻ, സാദിഖീങ്ങളെ കൂടെ നിങ്ങളാവണം. അവർക്ക് മാത്രമാണ് ഈ ലോകത്ത് രക്ഷയുള്ളത്. ഇതിൻ്റെ ശേഷം വരാൻ പോകുന്ന ലോകത്തും രക്ഷയുള്ളത് അവർക്കാണ്. അതാണ് മാലിക് ദീനാർ തങ്ങൾ നമ്മൾക്ക് കാണിച്ചു തന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ വ്യാഴ്ച തോറും ഇവിടെ നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് ധാരാളം ആളുകൾ പങ്കെടുക്കാറുണ്ട്. ഉറൂസിലും പങ്കെടുക്കാറുണ്ട്, ഉറൂസ് അല്ലാത്ത സന്ദർഭത്തിലും അതിലുണ്ട്. അള്ളാഹു നിശ്ചയിച്ച ആളുകൾക്ക് അള്ളാഹു നൽകുന്ന സൗഭാഗ്യം അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ നിഅമത്തും അവൻ്റെ ബർക്കത്തും ഈ നാട്ടിലെ നമ്മുടെ കാരണവന്മാർക്ക്, ഈ പള്ളി നോക്കുന്നവർക്ക്, ഈ പള്ളിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾക്ക്, ഇവിടെയുള്ള ഇസ്ലാമിക പ്രവർത്തനങ്ങൾ, ദീനീ പ്രബോധന പ്രവർത്തനങ്ങൾ, നമ്മുടെ കോളേജുകൾ, നമ്മുടെ ദർസുകൾ, അതൊക്കെ നടത്തുന്ന ആളുകൾക്ക് ഈ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. അങ്ങനെ ഏറ്റവും പ്രധാനമായ ഒരു പരിപാടിയിലാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. നന്ന തുടക്കത്തിലില്ലെങ്കിലും അവസാനിക്കുന്നതിൻ്റെ മുമ്പുള്ളതും ഒരു തുടക്കം തന്നെ. നിങ്ങളതിനെ തുടക്കമായി നിശ്ചയിച്ചപ്പോൾ, ഈ ആലിമീങ്ങളും ഈ ഉമറാക്കളും അത് നിശ്ചയിച്ചപ്പോൾ നമ്മളെല്ലാവരും അത് സ്വീകരിച്ചു. നേരം വൈകിയാലും ബുദ്ധിമുട്ടിയാലും ഈ പരിപാടി നടക്കണമെന്ന്. നമ്മൾക്ക് വല്ല അഹങ്കാരം ഉണ്ടാവുമോ? നമ്മ തന്നെയാണ് അത് തുടങ്ങിയത്, അത് വരാൻ പാടില്ല. അള്ളാഹു ചിലപ്പോൾ നിശ്ചയിച്ചിരിക്കും. വകൂനൂ മഅ സാദിഖീൻ, നല്ല ആളുകളോടുകൂടി നിങ്ങൾ ഒത്തുചേരണം. ഉഹിബ്ബുസ് സാലിഹീന വലസ്തു മിൻഹും ലഅല്ല അല്ലാഹ യർസുഖുനി സലാഹ. സാലിഹീങ്ങളോട് എനിക്ക് വലിയ ഇഷ്ടമാണ്, എന്നാൽ അവരൊപ്പം ഞാൻ എത്തിയിട്ടില്ല. ഓരൊപ്പം എത്തിയിട്ടില്ലെങ്കിലും അവർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പുണ്യം എനിക്ക് ലഭിക്കും എന്നാണ് മഹാന്മാരായ ആളുകൾ ചൊല്ലിയത്. അതുകൊണ്ട് കോട്ടുമല ഉസ്താദ് ഞങ്ങളുടെ ദർസിലും പ്രസംഗത്തിലും ഇടക്കിടക്ക് പറയാറുള്ളതാണ്. മൊറോക്കോവിലെ എൻ്റെ ഒരു പ്രസംഗത്തിൽ എൻ്റെ പ്രബന്ധം തീരൂലാന്ന് കണ്ടപ്പോൾ 15 മിനിറ്റ് നേരം വായിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞത്, ഹാലു റജുലിൻ ഫി അൽഫി റജുലിൻ ഖൈറും മിൻ വാലി അൽഫി റജുലിൻ ഫി റജുലിൻ. ഒരു മനുഷ്യന്റെ അവസ്ഥ, ആ അവസ്ഥ കണ്ടുകൊണ്ട് ആളുകൾ മനസ്സിലാക്കുകയും അയാളെ പിന്തുടരുകയും ചെയ്യുന്നത്, ഖൈറും മിൻ വാലി അൽഫി റജുലിൻ, 1000 ആളുകൾ ഉപദേശിക്കുന്നതിനേക്കാണ് ഉത്തമമാണ്, ഖൈറാണ്. ഫീ റജുലിൻ, ഒരാളെ നന്നാക്കാനായി 1000 ആളുകൾ വഅദ് പറഞ്ഞാൽ ആ വാത് കൊണ്ട് ജനങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിഫലനത്തിലേറെ ഗുണകരമായിട്ടുള്ളത് ഒരു മനുഷ്യനെ കണ്ട ആള് നന്നായ മദീന, കണ്ടാ മദീന. 800 വർഷക്കാലം, 700-ലേറെ വർഷം ഇസ്ലാമികമായ ഭരണം അല്ലെങ്കിൽ മുസ്ലിം ഭരണം നടന്ന സ്ഥലമാണ് നമ്മുടെ ഭാരതം, ഇന്ത്യ, അതിൻ്റെ പല ഭാഗങ്ങളും. ആ രാജാക്കന്മാരെ കൊണ്ട് ഒന്നും നേടാൻ കഴിയാത്തത് ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ ചിശ്തി തങ്ങളവറുകളെ കൊണ്ട് കഴിയും. അജ്മീരിൽ നിന്ന് അദ്ദേഹം ഡൽഹിയിൽ വരുന്നു, ഡൽഹിയിൽ നിന്ന് അദ്ദേഹം അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നു. അതിനിടയിൽ ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ഒരു വരവിൽ, അദ്ദേഹത്തെ ഒരു കാഴ്ചയിൽ ആളുകൾ നന്നാക്കിയത്, ആളുകൾക്ക് നന്നാവാനുള്ള അവസരം നൽകിയത്. ഈ വിഷയത്തെപ്പറ്റി ലോകപ്രസിദ്ധനായ നമ്മുടെ നാട്ടുകാരനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി നദ്വി പറഞ്ഞിട്ടുണ്ട്. എത്ര ആളുകൾ ഇവിടെ പ്രവർത്തിച്ചു, എത്ര രാജാക്കന്മാർ പ്രവർത്തിച്ചു, അതിലേറെ ഇസ്ലാമിന് ഗുണം കിട്ടിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ ചിശ്തി തങ്ങളവറുകളുടെ ജീവിതമാണ്. ആരോടും പറഞ്ഞിട്ടില്ല, വാളുമില്ല, കുന്തൂല്ല, യുദ്ധമില്ല, ഒരു വസ്തുവില്ല. അദ്ദേഹത്തെ കണ്ടാൽ മതി, ആളുകൾ നന്നായിക്കോളും തന്നെ. അതാണ് നമ്മുടെ പാഠം. ആ പാഠമാണ് നമുക്ക് ഓർക്കാനുള്ളത്, അതാണ് നമുക്ക് സ്മരിക്കാനുള്ളത്. അതാണ് മഹാന്മാരായ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ, ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങളവറുകൾ, റിഫായി ശൈഖ് തങ്ങളവറുകൾ, മംഗലാപുരത്തും ഉള്ളാളിലും, അതുപോലെ നമ്മുടെ നാട്ടിലെ ഈച്ചിലമ്പൂർ,
അതുപോലുള്ള സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് പറയാനുള്ളത് അത്തരക്കാരായ ആളുകളുടെ പ്രവർത്തനമാണ്. അവരുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് പിന്നുള്ള ആളുകൾ നന്നായി തീർന്നതാണ്. അതിൻ്റെ സ്മരണ നമുക്കിവിടെ പുതുക്കണം. നല്ല നിലയിൽ തന്നെ കൂനുമായി സാധിക്കുകയും നിങ്ങൾ നല്ല ആളുകളോടുകൂടി കൂടുകയും. അത് തന്നെയാണ് നിങ്ങളോട് ഈ സന്ദർഭത്തിൽ എനിക്ക് ഉപദേശിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദിൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ടില്ല, ഇനിയും അദ്ദേഹം പറയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ബഹുമാനപ്പെട്ട താഖ് ഉസ്താദ് അവറുകൾ ഇവിടെ നിങ്ങളോട് സംസാരിക്കുമെന്ന് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ക്ഷീണിതനായ ഞാൻ ഈ സന്ദർഭത്തിൽ കൂടുതൽ നിങ്ങളോട് പറയുന്നില്ല. ഇനി അവസരമുണ്ടെങ്കിൽ ഇനിയും നമുക്ക് പറയാം. തിരക്കുകളും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമെല്ലാം ഉണ്ട്. ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ച് തരുമാറാവട്ടെ. ഇതിനിടയിൽ ഒരു 3 മാസക്കാലം തീരെ സുഖമില്ലാതെയായി. എനിക്ക് ഫോൺ ചെയ്താലും കിട്ടൂല, ഫോൺ ചെയ്താൽ മക്കളും ബന്ധപ്പെട്ടവരും ആ ഫോൺ അവരോട് ആർക്കും കൊടുക്കൂല. അങ്ങനെ പലപ്പോഴും നിങ്ങളിൽപ്പെട്ട പലരും ഫോൺ ചെയ്തു, ഫോൺ കൊടുത്തില്ല. ഏതായാലും വളരെ പ്രയാസകരമാണ് എന്ന് കരുതിയ ആ അസുഖം നിങ്ങളെല്ലാവരുടെയും ദുആന്റെ ബർക്കത്ത്, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ ദുആന്റെ ബർക്കത്ത്. ഞാൻ അത്തിപ്പറ്റ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ദ്വാരക്കണം. ഞാൻ ദ്വാരക്കുന്നതിലേറെ നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത് നിങ്ങളുടെ മക്കളുടെ ദുആയാണ്. ആയിരക്കണക്കിലുള്ള 10,000-കണക്കിലുള്ള വിലമാക്കന്മാരുടെ ദുആ ഞാൻ എന്തിനാ ദ്വാരക്കണു? അത് പറഞ്ഞ് അദ്ദേഹം തിരസ്കരിച്ചതല്ല. അദ്ദേഹം ദുആ ചെയ്യുകയും ചെയ്തു. എൻ്റെ കൽബത്തൊട്ടുകൊണ്ട് മന്ത്രിച്ചു 2 പ്രാവശ്യം. പറ്റ സുഖായി. കഴിഞ്ഞ റമദാനിൽ ഇവിടെ വന്ന് 27-ാം രാവിൻ്റെ അന്നാണ് എൻ്റെ കാലുമലുണ്ടായിരുന്ന ആ കെട്ട് ഞാൻ എടുത്ത് ഒഴിവാക്കിയത്. ഇവിടെ ഒഴിവാക്കിയത്, പിന്നെ കെട്ടേണ്ടി വന്നിട്ടില്ല. അതിനിടയിൽ 1-2 പ്രാവശ്യം ഞാൻ നമ്മുടെ ആശുപത്രിയിൽ മാലിക് ദീനാർ ഹോസ്പിറ്റലിൽ പോവുകയും ചികിത്സ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എല്ലാറ്റിലും ഉപരി കൂനുമായി സാധിക്കുകയും നല്ല ആൾ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന, നിങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥന ഇവിടെ നിങ്ങളോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ ദർസിലെ മക്കൾ, അതിനു മുമ്പ് ആരംഭിച്ച നമ്മുടെ കോളേജിലെ മക്കൾ, ആ ദുആകളൊക്കെ നമുക്ക് ഉപകാരപ്പെടും. അതൊക്കെ നമ്മുടെ മഹാന്മാർ കാണിച്ചു തന്നത്. അതനുസരിച്ച് മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സാഹോദര്യം നിലനിൽക്കാനായി മാലിക് ദീനാർ തങ്ങൾ അവരോട് സ്ഥാപിച്ചു. സാഹോദര്യം മുസ്ലിങ്ങളും ഹിന്ദുക്കളും മറ്റു മതക്കാരും. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആഫ്രിക്കയിലെ 1-2 സ്ഥലങ്ങളിൽ അവിടെയുള്ള മഹാന്മാരായ ആളുകളും എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും സാഹോദര്യം അങ്ങനെ എത്തിക്കാൻ. ഇന്ന് അവരെ നമുക്ക് പറ്റൂല, ഇവരെ നമുക്ക് പറ്റൂല, അവരെ ഒഴിവാക്കണം, ആ പ്രസ്ഥാനം പറ്റൂല എന്ന നിലയിൽ നമ്മളെ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിലെ നമ്മോട് ബന്ധപ്പെട്ട നാം സ്നേഹിക്കേണ്ട ആളുകളിൽ നിന്നുണ്ടാകുന്നതിന് നമ്മുടെ ഭാഗത്തുനിന്നൊരു തിരിച്ചടിയല്ല, നമ്മുടെ ഭാഗത്തുനിന്ന് സാഹോദര്യം കൊണ്ട്, സ്നേഹം കൊണ്ട് അവരൊക്കെ നമ്മളിലേക്ക് അടുക്കും. അതാണല്ലോ തങ്ങൾ കാണിച്ചു തന്നത്, അതാണ് മാലിക് ദീനാർ കാണിച്ചു തന്നത്, അതാണ് ബഹുമാനപ്പെട്ട മഹാനായ ഖുതുബുസ്സമാൻ തങ്ങൾ അവറുകൾ കാണിച്ചു തന്നത്. അതന്നെയല്ലേ ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ ചിശ്തി തങ്ങൾ അവറുകൾ കാണിച്ചു തന്നത്. അത് തന്നെയാണ് നമുക്ക് സ്മരിക്കാനുള്ളത്, അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ആ ബന്ധമല്ലാത്തൊരു ബന്ധം, ആ സ്നേഹമല്ലാത്തൊരു സ്നേഹം നമ്മുടെ രാജ്യത്തിനോ നമ്മുടെ രാഷ്ട്രത്തിനോ ഗുണകരമല്ല എന്ന് ഒരിക്കലല്ല, പലപ്പോഴും ഇനിയും പ്രശ്നങ്ങളുണ്ടായ അപ്പോഴും നമുക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. ആ നിലക്ക് എല്ലാവർക്കും സ്നേഹം നൽകി, എല്ലാവരോടും സൗഹൃദം പങ്കുവച്ച് അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം, നമ്മുടെ രാഷ്ട്രം, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരന്മാരുടെ മക്കൾ, എല്ലാ മതക്കാരുടെയും മക്കൾ, അവരൊക്കെ ആ നന്മ കാണട്ടെ. അതനുസരിച്ച് അവര് ആ സാഹോദര്യം പങ്കുവെക്കട്ടെ. ഒരാളെ കൊന്നാൽ പിന്നെ ഒരാളെ പകരം കൊല്ലുക നിർച്ചില്ല. അതൊക്കെ നമുക്ക് പണിയുണ്ടാക്കണ കാര്യ, അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ കാര്യ. അതല്ല നമുക്ക് മാലിക് ദീനാർ തങ്ങൾ കാണിച്ചത്.
അതല്ല ബഹുമാനപ്പെട്ട ഷഫീഉന റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തന്നത്. നിങ്ങളുടെ രക്തം, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സമ്പത്ത് പരസ്പരം നിങ്ങളുടെ മേൽ ഹറാമാണെന്ന് ഷഫീഉന റസൂലുള്ളാഹി. കണ്ടോലൊക്കെ കെട്ടിപ്പിടിച്ചോളി, കുഴപ്പമുണ്ടായിക്കോളി, ഫിത്നണ്ടായിക്കോളി, അടിച്ചോളി, കൊന്നോളി. അതാണോ മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങൾ അവരുകൾ കാണിച്ചു തന്നത്? പലരും സമരം ചെയ്തിട്ടുണ്ട്, കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് കൊടുക്കാൻ പോയാൽ ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ടാവും. കൊടുക്കലും കിട്ടലുമുണ്ട്. കൊടുക്കലും കിട്ടലും ജയിക്കലും തരം അല്ല നമ്മുടെ ലക്ഷ്യം. സാഹോദര്യം പങ്കിടുക. ആ സന്ദേശം നമ്മുടെ നാട്ടിലും നമ്മുടെ പത്രങ്ങളിലും നമ്മുടെ ലേഖനങ്ങളിലും നമ്മുടെ പ്രസംഗങ്ങളിലും ഒക്കെ ഉണ്ടാവണം. അങ്ങനെ ഒരു സാഹോദര്യം നിലനിർത്താനുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സാഹോദര്യം നിലനിൽക്കാൻ, സാഹോദര്യം നിലനിർത്താൻ, രക്തച്ചൊരിച്ചിലില്ലാതെയാക്കാൻ, ഒരാളുടെ സമ്പത്ത് പിടിച്ചെടുക്കാതിരിക്കാനുള്ള മാർഗം, അതുപോലെ ഒരാളെ പറ്റി അനാവശ്യമായ വാക്ക് പറയാതിരിക്കാനുള്ള ഒരു പ്രാക്ടീസ്, അതാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ആളുകളോട് അവരെ പിന്തുടർന്നുകൊണ്ട് നല്ല നിലയിലുള്ള ജീവിതം നയിക്കാൻ, രാഷ്ട്രത്തിൻ്റെ രക്ഷയ്ക്ക്, കുടുംബത്തിൻ്റെ ഗുണത്തിന്, നമ്മുടെ ഈ സ്ഥാപനങ്ങളുടെ ഗുണത്തിന്, മറ്റുള്ളവരുടെ സ്ഥാപനത്തിൻ്റെ ഗുണത്തിന് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുചേരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാ നിലയിലുള്ള ഖൈറും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ, ബർക്കത്ത് നൽകുമാറാവട്ടെ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ, ഇവിടെ പല ആളുകളും നേരത്തെ അങ്ങോട്ട് ബന്ധപ്പെട്ടവരില്ലാത്തവരൊക്കെ മരിച്ചാൽ ഇവിടെ നിന്ന് വന്നാക്ക തിരക്കടില്ല, ഇവിടെ കടന്നാൽ അതാണ് സുഖം എന്ന് മനസ്സിലാക്കിയ പലരുണ്ട്. അതൊന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറേ പഴക്കമുണ്ട്. അത് നമ്മുടെ മഹല്ലുകളിൽ ഒരു കഴിഞ്ഞു പോകുമ്പോൾ ഒരു ഫാത്തിഹ ഓതി പോവും, ഒരു സലാം ചൊല്ലിപ്പോവും. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞായിരിക്കും കിട്ടട്ടെ, അതുകൊണ്ട് എൻ്റെ ഖബർ അവിടെ വേണം, ഞങ്ങൾ അവിടെ മറയണം. ആ നില ആഗ്രഹിച്ചവർ, അതൊരു മോശമായ ആഗ്രഹമല്ല, ഒരു നല്ല ആഗ്രഹമാണ്. സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. മരിച്ചവരുടെ ഖബർ അല്ലാഹു സ്വർഗത്തിൻ്റെ പൂങ്കാവനമായി കൊടുക്കുമാറാവട്ടെ. പാവപ്പെട്ട നാമം അവിടെ എത്തിച്ചേരുന്ന സന്ദർഭം അള്ളാഹുവിൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും വർദ്ധിച്ച് അല്ലാഹു നൽകുമാറാവട്ടെ. ബിറഹ്മ